സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ മഹിമയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല. ഇത് വെച്ച് എന്ത് കേസ് എടുക്കാനാ? നിങ്ങളെന്താ വെറുതെ മനുഷ്യരുടെ സമയം മെനക്കെടുത്താൻ വിളിച്ചാണോ? സോറി, മാറടാ. ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ തോന്നുമ്പോ കയറി വന്ന് ഷോ അണിച്ചിട്ട് ഇറങ്ങി പോവാനേ. ഇത് തന്റെ തറവാടല്ല, ഞങ്ങളുടെ വീടാ. ഇവിടെ ഞങ്ങളുടെ സമ്മതമില്ലാതെ താൻ കയറി വന്നത് തന്നെ തെറ്റാ. അത് പോരാഞ്ഞിട്ട് എന്റെ മീതെ ഒരു കള്ളക്കേസും കെട്ടിച്ചമയ്ക്കാൻ നോക്കി. ഇതിനെല്ലാം കൂടി തന്നെ എന്താ ചെയ്യേണ്ടത്? വിട്ടുകള മഹിമേ. ഈ അടുത്ത കാലത്ത് ആരോ ഇയാൾക്കിട്ട് നന്നായിട്ട് പണി കൊടുക്കുന്നുണ്ട്. അതിന്റെ ദേഷ്യത്തിൽ ചെയ്തു പോയതായിരിക്കും. താൻ ക്ഷമിക്കടോ. എന്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ട് മാത്രം തന്നോട് ഞാൻ ക്ഷമിക്കുന്നത്. എന്നാ നല്ല അന്തസ്സായിട്ട് എന്നോടും എന്റെ ഭർത്താവിനോടും മാപ്പ് പറഞ്ഞിട്ട് പോയിക്കോ. മഹിമേ, എന്താ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? സോറി പറയാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന് കേസ് ചാർജ് ചെയ്യാം. അല്ലേ വക്കീലേ? ഉറപ്പായും ഒരു സോറി പറഞ്ഞേക്ക് ഗോപാൽജി. കൊച്ചിന്റെ ഒരു ആഗ്രഹമല്ലേ, പിന്നെ കേസും കോടതിയായിട്ട് നടക്കണ്ടല്ലോ. സോറി. വെരി ഗുഡ്. ഇനി പോയിക്കോ. പോയിക്കോ. ദിവസം ചെല്ലും തോറും നീ കൂടുതൽ വലിയ കുറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണല്ലോ. ആദ്യം മോഷണം മാത്രമായിരുന്നു, ഇപ്പൊ തട്ടിക്കൊണ്ടുപോയാലും തുടങ്ങിയോ? ഞാനാണ് സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലാന്ന് കരുതി നീ നിരപരാധിയാണെന്ന് അർത്ഥമില്ല. എനിക്ക് ഉറപ്പാ, സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ നീ തന്നെയാ. ഇതിന് നിനക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണോ നീ ഈ ആത്മവിശ്വാസം കാണിക്കുന്നത്? ചേച്ചി വെറുതെ ചിരിപ്പിക്കല്ലേ. ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയവർക്കെതിരെ ചേച്ചിക്കോ ഡിപ്പാർട്ട്മെന്റിനോ ഇതുവരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. പിന്നെ എന്തുറപ്പില്ല ചേച്ചി എന്നെ വെല്ലുവിളിക്കുന്നത്? എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണോ നീ സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയത്? ചോദിച്ചതിന് മറുപടി പറ. ഇവള് തനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് വ്യക്തമല്ലേ മഞ്ജു? ഇവള് സഞ്ജുവിനെ പൊക്കിയില്ലായിരുന്നെങ്കിൽ ആ ഗോപാലൻ മഞ്ജുവിനെ കൊന്നുകളഞ്ഞ. ആ നന്ദി ഇവളോട് താൻ കാണിച്ചില്ലെങ്കിലും ഈ വെറുപ്പൊന്ന് അവസാനിപ്പിച്ചൂടെ? ഹലോ, ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോകാനുള്ളതാ. മാഡം വന്നൊന്ന് വണ്ടിയിൽ കയറാവോ?